തൃപ്രയാറിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. വിളയൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധി മുഹമ്മദ് റാഫി ഉൾപ്പെട്ട 4 സംഘമാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. നോട്ട് നൽകി ഡോളർ വാങ്ങാനുള്ള ശ്രമത്തിനിടയിലാണ് ഇവർ കവർച്ചാ സംഘത്തിന്റെ കെണിയിൽപ്പെട്ടത്. ഗുണ്ടാ നേതാവായ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തൃപ്രയാറിനടുത്ത് ആമലത്തുകുളങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ രാത്രി 8:45ഓടെയാണ് സംഭവമുണ്ടായത്. പണം നൽകിയാൽ ഡോളർ കൈമാറാമെന്ന് വിശ്വസിപ്പിച്ചാണ് രഞ്ജിത്തും സംഘവും വിളയൂർ സ്വദേശിയായ റാഫിയെയും കൂട്ടരെയും തൃപ്രയാറിലേക്ക് വിളിച്ചു വരുത്തിയത്. ആമലത്ത് ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ മുൻപ് വെച്ച് രഞ്ജിത്ത് ബൈക്കിലെത്തി റാഫിയുടെ വാഹനത്തിൽ കയറി. കാറിനുള്ളിൽ 16 ലക്ഷം രൂപയുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് പിന്നാലെ ഇന്നോവ കാറിലെത്തിയ മറ്റ് പ്രതികളും രഞ്ജിത്തും ചേർന്ന് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. തടയാൻ ശ്രമിച്ച റാഫിക്കും സംഘത്തിനും നേരെ അക്രമികൾ പേപ്പർ സ്പ്രേ പ്രയോഗിക്കുകയും മടവാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം പണം തട്ടിയെടുത്ത സംഘം ഇന്നോവ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഴൽപ്പണ ഇടപാടുകാരനായ രഞ്ജിത്താണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് വ്യക്തമായത്. പ്രതികൾ സഞ്ചരിച്ച ഇന്നോവ കാർ ഇന്ന് രാവിലെ 9 മണിയോടെ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂക്കോട് ശിവക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. രാവിലെ 8:15ഓടെ ഒരു യുവാവ് കാർ ഇവിടെ നിർത്തിയ ശേഷം മറ്റൊരു ബൈക്കിൽ കയറി രക്ഷപ്പെട്ടതായി ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് അരിച്ചുപെറുക്കുകയാണ്. 2 ബൈക്കുകളിലും ഒരു കാറിലുമായി എത്തിയ 8-അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നും പ്രതികൾ ഉടൻ തന്നെ വലയിലാകുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു. അതേസമയം നിയമവിരുദ്ധമായ പണമിടപാടിന് മുതിർന്ന ജനപ്രതിനിധിയായ മുഹമ്മദ് റാഫിക്കെതിരെ കേസെടുക്കുന്ന കാര്യം അന്തിക്കാട് പോലീസ് നിയമപരമായി പരിശോധിച്ചു വരികയാണ്. എന്തായാലും മുഹമ്മദ് റാഫി ഉൾപ്പെട്ട സംഘമാണ് ഈ ഒരു ആക്രമണത്തിന് ഇരയായത്. കുഴൽപ്പണ ഇടപാട് ശ്രമത്തിനിടയിലാണ് ഇവർ കവർച്ചാ സംഘത്തിന്റെ കെണിയിൽപ്പെട്ടതെന്നാണ് വിവരം. ഗുണ്ടാ നേതാവായ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവമുണ്ടായത്. പണം നൽകിയാൽ ഡോളർ കൈമാറുമെന്ന് ഇവരോട് പറയുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഴൽപ്പണ ഇടപാടുകാരനായ രഞ്ജിത്താണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് വ്യക്തമായത്. പ്രതികൾ സഞ്ചരിച്ച ഇന്നോവ കാർ ഇന്ന് രാവിലെ 9 മണിയോടെ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂക്കോട് ശിവക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി.